ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ കാലാവസ്ഥയുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വളർത്താൻ കഴിയുന്ന വളരെ ആദായകരമായ ഒരു വിളയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കൃഷി ചെയ്യുന്നവർ പറയുന്നത് ഇതിന്റെ കൃഷിയിൽ നിന്നുള്ള വിളവിന് ഡിമാൻഡ് വളരെ കൂടുതലായതിനാൽ വിപണി വിലയുടെ ഇരട്ടിയിലധികം ലഭിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ മികച്ച ലാഭം നേടുന്നതിനും ദൈനംദിന ജീവിതത്തിൽ വീട്ടുചെടിയായും വളർത്താവുന്ന ഒരു സസ്യമാണിത്. ഈ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പാനിയ ഹിസ്പാനിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ചിയ ഇതിൻ്റെ ധാരാളം അനുബന്ധ ഇനങ്ങളിൽ ഒന്നാണ്. പുതിന അതായത് തുളസി കുടുംബത്തിലെ ഒരു പൂച്ചെടിയും അതിലുപരി ഒരു എണ്ണക്കുരുവുമാണിത്. മധ്യ തെക്കൻ മെക്സിക്കോ, ഗ്വാട്ട്മല എന്നിവിടങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറൻ തെക്കേ അമേരിക്ക, പടിഞ്ഞാറൻ മെക്സിക്കോ, ബൊളീവിയ, ഇക്വഡോർ, കൊളംബിയ, നിക്കരാഗ്വ, വടക്ക് പടിഞ്ഞാറൻ അർജന്റീന, ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ പല രാജ്യങ്ങളിലും ഭക്ഷ്യയോഗ്യമായ ഹൈഡ്രോഫീലിക് ചിയ വാണിജ്യപരമായ ഉപയോഗത്തിനായി വിത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നു. ഇത് ഒരു ധാന്യമല്ലെങ്കിലും അവർ ഇത് ധാന്യവിളയായാണ് കണക്കാക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വടക്കൻ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നതിനായി കെൻഡക്കിയിൽ വിളവ് ധാരാളം നൽകുന്ന പുതിയ പേറ്റന്റിനും ചിയ ഇന്ന് വളർത്തുന്നുണ്ട്. എണ്ണമയമുള്ളത് എന്നർത്ഥം വരുന്ന ചിയാൻ എന്ന നഹുവാട്ട് പദത്തിൽ നിന്നാണ് ചിയ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത 1 മില്ലിമീറ്റർ വ്യാസമുള്ള അണ്ഡാകാര വിത്തുകളാണ്. തവിട്ട്, ചാരനിറം, കറുപ്പ്, വെളുപ്പ് എന്നു തുടങ്ങി വിവിധ നിറത്തിലാണ് ഈ വിത്തുകൾ കാണപ്പെടുന്നത്. ഈ വിത്തുകൾ ഹൈഡ്രോഫിലിക് ആണ്. കുതിർക്കുമ്പോൾ ഇവയുടെ ഭാരത്തിന്റെ 12 ഇരട്ടി വരെ ദ്രാവകം ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വിത്ത് ചേർക്കുന്ന പാനീയങ്ങൾക്ക് വ്യതിരിക്തമായ ജലാസ്റ്റിക് ഘടന നൽകുന്ന ഒരു മ്യൂസിലാജിനസ് കോട്ടിംഗ് ഉണ്ടാകുന്നു. ചിയ വിത്തുകൾ വളരെ വലിയ പോഷക ഗുണമുള്ള ഒരു സൂപ്പർ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങൾ തുടർന്നു വരുന്ന എപ്പിസോഡിൽ വിശദമായി പറയുന്നതായിരിക്കും. പോഷകങ്ങളാൽ സമ്പന്നമായ ചിയ വളരെ പരിപാലനം കുറഞ്ഞ ഒരു വിളയാണ്. അധിക രോഗ കീടബാധകൾ ഏൽക്കാത്ത ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും മുക്തമായി തുടരുന്നു. ഇതിന്റെ വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്തതിനാൽ കർഷകർക്ക് കൃഷിയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. തെക്കേ അമേരിക്കയിലും മെക്സിക്കോയിലും ഗ്വാട്ടിമലയിലും ഇന്നിത് പ്രധാന വാണിജ്യ വിളയാണ്. പർവ്വത പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇതിന്റെ കൃഷി ഓസ്ട്രേലിയ, ബൊളീവിയ, കൊളംബിയ, പെറു, അർജന്റീന എന്നിവിടങ്ങളിലേക്ക് ഇന്നിത് വ്യാപിച്ചു. ഇന്ത്യയിൽ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലാണ് ഇത് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നത്. സമീപകാലത്താണ് ഇതിന്റെ കൃഷി ഇന്ത്യയിലെത്തിയത്. ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ വളരെയേറെ സാധ്യതയുള്ള ഒരു കൃഷിയുമാണിത്. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് ചിയ ഓയിലിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിക്ക് കാരണം. ഈ കാരണത്താൽ പരമ്പരാഗത ഭക്ഷ്യ എണ്ണകളിൽ ഇത് കലർത്തി ഉപയോഗിക്കുന്ന പ്രവണത അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടി തുളസിയുടെ കുടുംബത്തിൽപ്പെട്ടതിനായതിനാൽ തുളസിയുടെ ചില ഗുണങ്ങളും ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്. 1.75 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക സസ്യമാണിത്. 4 മുതൽ 8 സെന്റിമീറ്റർ വരെ നീളവും 3.5 സെന്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിന്റെ പൂക്കൾ ധ്രുമനൂൽ അല്ലെങ്കിൽ വെള്ള നിറമാണ്. ഓരോ തണ്ടിന്റെയും അറ്റത്തെ ഒരു സ്പൈക്കിൽ നിരവധി ക്ലസ്റ്ററുകളായാണ് കാണപ്പെടുന്നത്. ചിയ ഒരു ഹാർഡി സസ്യമാണ്. ചൂടുള്ള കാലാവസ്ഥയാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് വളരുന്നു. ഇത് വളരുന്ന ജീവിതചക്രത്തിന്റെ ദൈർഘ്യം സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസപ്പെട്ടിരിക്കും. ഇന്ത്യൻ കാലാവസ്ഥയിൽ ചിയ വിതയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഒക്ടോബർ ആണ്. എങ്കിൽ തന്നെയും പ്രാദേശികമായ അവസ്ഥകൾ അനുസരിച്ച് ഈ സമയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. വിതയ്ക്കുന്ന സമയത്ത് 25 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ് താപനില ഇതിന്റെ വിത്തുകൾ നന്നായി വിതയ്ക്കുന്നതിന് ഏറ്റവും ആവശ്യമാണ്. ഇത് തണുപ്പിനോട് സെൻസിറ്റീവ് ആണെങ്കിലും ഇന്ത്യയിൽ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഇത് പല സ്ഥലങ്ങളിലും അതിജീവിച്ച് കാണുന്നുണ്ട്. ഈ സമയങ്ങളിലാണ് ഇതിന്റെ പൂക്കൾ ഉണ്ടാകുന്നതും തുടർന്ന് ധാന്യങ്ങൾ വളരുന്നതും. ഇതിന്റെ വിളവെടുപ്പ് ചെടികൾ നട്ട് 100 മുതൽ 120 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ ഇതിന്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് തണ്ടിൽ ഞെട്ടുകൾ മാത്രം അവശേഷിക്കും. വികസിത രാജ്യങ്ങളിൽ ഇത് മറ്റ് ചെറിയ വിത്തുവിധങ്ങളായ ബെർസീം റിസ്ക് എന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വിളവെടുക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അരിവാൾ ഉപയോഗിച്ച് കൊയ്താണ് വിളവെടുക്കുന്നത്. അതിനുശേഷം ഇതിന്റെ കതിരുകൾ ഉണക്കി മരത്തടി ഉപയോഗിച്ച് അമർത്തി ഞെരുക്കിയാണ് വേർതിരിച്ചെടുക്കുന്നത്. വൃത്തിയാക്കി ഉണക്കിയ ഇതിന്റെ വിത്തുകൾ 3 മുതൽ 4 മാസം സംസ്കരണമൊന്നും ഇല്ലാതെ തന്നെ സാധാരണ കളപ്പുരയിലോ ഗോഡൌണിലോ സൂക്ഷിക്കാം.
വിത്ത് മുളയ്ക്കുന്നതിന് ഇത് വിതയ്ക്കുന്ന സമയത്ത് ഇതിനാവശ്യമായ ഈർപ്പം മണ്ണിന് ഉണ്ടായിരിക്കണം. ഇതിന് ജലം നൽകേണ്ടത് മണ്ണിന്റെ തരത്തെയും അന്തരീക്ഷ താപനിലയെയും ആശ്രയിച്ചായിരിക്കും. മണൽ അല്ലെങ്കിൽ മണൽ കലർന്ന പശിമരാശി മണ്ണിൽ വിതച്ചതിന് ശേഷം 4-5 തവണയെങ്കിലും ജലസേചനം ആവശ്യമാണ്. എന്നാൽ വിള പാകമാകുമ്പോൾ ഈർപ്പം ഇതിന് വളരെ കുറച്ച അളവിൽ മതിയാകും. അതിനാൽ ഈ കാലയളവിൽ കഴിയുന്നതും നനയ്ക്കരുത്. അതോടൊപ്പം ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ താപനില 15 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 35 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇത് മഞ്ഞിനോട് സഹിഷ്ണുത ഉള്ള ചെടിയല്ല. ഇത് വളർത്തുന്നതിനും വിത്ത് വിതയ്ക്കുന്നതിനും മഞ്ഞില്ലാത്ത കാലാവസ്ഥ അത്യാവശ്യമാണ്. അതോടൊപ്പം ഈ ചെടിക്ക് പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമാണ്. അതായത് ദിവസേന കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം ലഭിക്കേണ്ടതാണ്. 6നും 8നും ഇടയിലുള്ള വിശാല pH-ൽ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. വിവിധതരം മണ്ണിൽ ഇത് വളരുമെങ്കിലും മണൽ കറന്ന പശിമരാശിയുള്ള മണ്ണിലാണ് ഇത് നന്നായി വളർന്ന് കാണപ്പെടുന്നത്. ഈ ചെടി ഒരിക്കൽ വരൾച്ചയെ പ്രതിരോധിക്കുമെങ്കിലും വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഇവയ്ക്ക് പതിവായി നനവ് ആവശ്യമാണ്. എന്നാൽ വെള്ളക്കെട്ടുള്ള സാഹചര്യങ്ങളിൽ ഇവ വളരുകയുമില്ല. അതിനാൽ നല്ല ഡ്രെയിനേജും അത്യാവശ്യമാണ്. ഇത് വിതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ പ്രദേശത്ത് മഞ്ഞുകാലം അവസാനിക്കുമ്പോൾ ഇതിന്റെ വിത്തുകൾ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് വിതയ്ക്കണം. ഇതിന്റെ വിത്തുകൾ ചെറുതാണ്, അതിനാൽ അധികം ആഴത്തിൽ നടരുത്. വളർച്ചയ്ക്കും വായുസഞ്ചാരത്തിനും മതിയായ ഇട അനുവദിക്കുന്നതിന് വിത്തുകൾക്ക് 12 മുതൽ 18 ഇഞ്ച് വരെ അകലം നൽകുക. സാഹചര്യം അനുകൂലമാണെങ്കിൽ 1 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിത്തുകൾ മുളയ്ക്കും. മുളയ്ക്കുന്ന സമയത്തും വളർച്ചയുടെ ആദ്യഘട്ടത്തിലും മണ്ണ് ഈർപ്പമുള്ളതും എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥയിലുമായിരിക്കണം. തുടർന്നുള്ള ഇതിന്റെ വളർച്ചയെ ആശ്രയിച്ച് നനവിന്റെ ആവൃത്തി കുറയ്ക്കുക. അതോടൊപ്പം ഇതിന്റെ ആദ്യഘട്ടത്തിൽ കള നിയന്ത്രണവും പ്രധാനമാണ്. ഈ ചെടിക്ക് പൊതുവെ വലിയ വളപ്രയോഗമൊന്നും ആവശ്യമില്ല. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവാണെങ്കിൽ ഹെക്ടറിന് 10 മുതൽ 15 ടൺ ജൈവവളമോ അല്ലെങ്കിൽ 20 മുതൽ 30 kg നൈട്രജൻ, 20 മുതൽ 25 കിലോഗ്രാം ഫോസ്ഫറസ്, 15 മുതൽ 20 കിലോഗ്രാം വരെ പൊട്ടാസ്യം എന്നിവ നൽകാം. പിന്നീടും ആവശ്യമെങ്കിൽ വിതച്ച് 30 മുതൽ 45 ദിവസത്തിന് ശേഷം ഹെക്ടറിന് 10 കിലോഗ്രാം നൈട്രജൻ നൽകാം. ചിയ ശക്തമായ ഒരു കീടപ്രതിരോധ വിളയാണ്. പലപ്പോഴും ഇത് കളകളെ കാര്യമാക്കാറില്ല. എന്നിരുന്നാലും ഈ ചെടിയുടെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ കള പരിപാലനം പ്രയോജനകരമാണ്. ഈ ചെടിക്ക് ഇന്ത്യൻ കാലാവസ്ഥയിൽ കീടങ്ങളും രോഗങ്ങളും ഒരു പ്രശ്നമല്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പ് സമയത്ത് ഇതിന്റെ വിത്തുകൾ ഉറുമ്പുകളുടെ ആക്രമണം നേരിടാറുണ്ട്. ഇതൊഴിവാക്കാൻ ചെടിക്ക് ചുറ്റും കീടനാശിനി വിതറാം. എന്നാലും ഇതിനെ ബാധിക്കാൻ സാധ്യതയുള്ള കീടങ്ങളും രോഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കീടങ്ങൾ മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശ്, കാറ്റർപില്ലർ, ലീഫ് ഹോപ്പർ എന്നിവയാണ്. രോഗങ്ങൾ പൂപ്പൽ, വിഷമഞ്ഞ്, റൂട്ട് ചീയൽ, ലീഫ് സ്പോട്ട്, ഫ്യൂസാരിയം ബിൽറ്റ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാനിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. ചിയ ചെടിയെക്കുറിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പ്രാദേശികവും അന്താരാഷ്ട്രവുമായ വിപണിയിൽ വളരെ വലിയ വിപണന സാധ്യതയുള്ള ഒരു കാർഷിക വിളയായതുകൊണ്ടാണ്. അതിന്റെ പ്രധാന കാരണം താരതമ്യേന കാഠിന്യമുള്ളതും നിരവധി കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന ഒരു ചെടി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ജൈവ കൃഷിക്ക് ഇതൊരു ജനപ്രിയ വിളയാണ്. ഇതിന് വളരാൻ അനുകൂലമായ സാഹചര്യവും പരിചരണവും നൽകിയാൽ നിങ്ങൾക്ക് ഈ ചെടി വിജയകരമായി നട്ടുവളർത്താം. ഇതിന്റെ പ്രധാന ഡിമാൻഡ് ഇതിലടങ്ങിയിരിക്കുന്ന നിരവധി ആരോഗ്യ ഔഷധ ഗുണങ്ങളാണ്. അതും ഇതിന്റെ പാർശ്വഫലങ്ങളും തുടർന്നു വരുന്ന എപ്പിസോഡിൽ വിശദമായി പറയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ചിയ ചെടിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.